ഒരുപാട് നാളായിട്ടോ വാഴച്ചുണ്ട് തോരൻ വെച്ചിട്ട്. കുറേ മുൻപ് വെച്ചതാണ്. അപ്പോൾ ഇന്ന് 2 ചെറിയ വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാഴച്ചുണ്ടെന്ന് എൻ്റെ നാട്ടിൽ ഇതിന് പറയുക ഉണ്ണിത്തട്ട എന്നാണ് കേട്ടോ. വാഴേൻ്റെ ഉണ്ണിത്തട്ട. ഇവിടെ വാഴേൻ്റെ മാമ്പ് എന്ന് പറയും. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് തോരൻ വെക്കുന്നത്. അപ്പോൾ ഇത് തൊട്ടപ്പുറത്തെ തൊടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കിട്ടിയതാണെങ്കിലോ ചെറിയ 2 എണ്ണം, വലുതൊന്നും അല്ല കേട്ടോ. ചെറുതാണെങ്കിലും ഇത് നന്നായിട്ട് കഴുകിയിട്ട് 2, 3 പോളയെല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി കഴുകിയിട്ട് കുനുകുനേ കൊത്തിയരിയാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഇത് മാത്രമാണ് ഇവിടെ വെക്കാറ്. ഇതിങ്ങനെ കുത്തി അരിഞ്ഞിട്ട് നാളികേരം ചതച്ചിട്ട് തോരൻ വെക്കും. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിൽ വെക്കുന്ന പോലെയാണ് കേട്ടോ. അതായത് കുറച്ച് വൻപയർ ഇട്ടിട്ടാണ് കേട്ടോ ഇത് തോരൻ വെക്കുന്നത്. വൻപയർ മാത്രമല്ല കേട്ടോ, ചെറുപയർ ഇട്ടിട്ടും ഇത് തോരൻ വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് പയറാണ് ഇതിനെടുക്കാറ്. കുറച്ച് പയറെടുത്തിട്ട് നന്നായിട്ട് കഴുകി അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഞാനെടുത്ത പയർ കണ്ടോ, കുറച്ച് പയറേ ഉള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 7, 8 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. അങ്ങനെ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് കുനുകുനേ കൊത്തി അരിഞ്ഞിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി കൂട്ടി തിരുമ്മി വെച്ചതാണ് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി വെച്ചിട്ടാണ് കേട്ടോ കടുക് വറുത്തിട്ടുണ്ടാക്കുന്നത്. ഇതൊന്ന് സെറ്റാക്കി വന്നപ്പോഴേക്കും നമ്മുടെ കുക്കർ കൂക്കിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കൂക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഞാൻ കടുകിൻ്റെ കൂടെ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ വാഴച്ചുണ്ട് കൊത്തി അരിഞ്ഞപ്പോൾ അതിലേക്ക് കറിവേപ്പില ചെറിയ ഉള്ളിയും കൂടി കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ഇത് തോരൻ വയ്ക്കാറ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഞാനിങ്ങനെയാണ് കടുകിട്ട് വറുത്തിട്ട് അങ്ങനെ ഇതിലേക്ക് തിരുമ്മി വെച്ച വാഴച്ചുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പയർ വെന്ത് കുഴഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് പയറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നാളികേരം ഞാൻ ചതച്ച് വെച്ചതാണ് കേട്ടോ. നാളികേരം 2, 3 ചെറിയുള്ളി, 2, 3 വെളുത്തുള്ളി, പിന്നെ എരിവുള്ള കുറച്ച് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു ഇത്തിരി നല്ല ജീരകം എല്ലാം കൂടെ ചതച്ചെടുത്തത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വാങ്ങി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വാഴച്ചുണ്ട് പയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പയറിട്ട് വാഴച്ചുണ്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെച്ചത്. അങ്ങനെ അതിൻ്റെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുണ്ടായാൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. അങ്ങനെ വാഴച്ചുണ്ട് തോരന് കൂട്ടി നല്ല ഉഷാറായിട്ട് ഉച്ചഭക്ഷണം കഴിക്കണം കരുതി നിന്നപ്പോഴാണ് ഇടിയും മഴയും തുടങ്ങിയത് കേട്ടോ. അതായത് 1:30 മണി 2 മണി സമയത്ത്. എന്താ മഴ എന്നറിയോ? മഴേൻ്റെ കൂടെ ഇടിയും കൂടി ആയ പിന്നെ പറയണ്ടല്ലോ. ഇടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ആ പേടി ഉണ്ടായ പിന്നെ എനിക്ക് ചോറും വേണ്ട കഞ്ഞിയും വേണ്ട, ഒരു റൂമിലങ്ങനെ ഒളിച്ചിരുന്നാൽ മതി. അങ്ങനെ ഇടിയും മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ടാകുന്നപ്പോൾ സമയം 2:30, 2:45 അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ. മത്തി നാളികേരം അരച്ച് കറി വെച്ചത്, മത്തി മുളകിട്ടത്, പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് പയർ തോരനും. അപ്പോൾ ഉച്ചവിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.